ഉത്തമം, അതി ഉത്തമം, സർവോത്തമം. മഹാരാജൻ ജലന്ധര, താങ്കൾ കേവലം മഹാരാജനല്ല, മഹാജ്ഞാനിയുമാണ്. ഭൂമി അങ്ങയെ ലഭിച്ച് ധന്യായിരിക്കുന്നു. സ്വർഗവും ആകാശവും നമ്മെ ലഭിച്ച് ധന്യരാകും. ഇനി നീ പറയൂ, നീ ഇവിടെ എന്തുദ്ദേശത്തിലാണ് വന്നത്? നീ ഒരിക്കൽ എന്നെ വിഡ്ഢിയാക്കിയതല്ലേ? ഇല്ല 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 മഹാരാജൻ, അങ്ങനെ ചെയ്യേണ്ട ഒരാവശ്യവുമില്ലായിരുന്നു. ആവശ്യമില്ലായിരുന്നു? പിന്നെ എന്തിനായിരുന്നു നീ എന്നെ ലക്ഷ്മിയും വിഷ്ണുവുമായി ബന്ധുത്വം പുലർത്തുവാൻ പ്രേരിപ്പിച്ചത്? നിന്നെക്കുറിച്ച് പറയുന്നത് കേട്ടു. നീ എവിടെയെല്ലാം ചെല്ലുന്നുവോ അവിടെ അവിടെ അസുരഭാഷയിൽ ഇതിന് ഏഷണി എന്ന് പറയുന്നു. നീ എവിടെ പോകുന്നുവോ അവിടെ ഏഷണി വിതയ്ക്കുന്നു. എന്നെയും അതിന് പാത്രമാക്കാൻ വന്നതാണോ ഇവിടെ? കേൾക്കുന്നതെല്ലാം സത്യമാണെന്നില്ല മഹാരാജൻ. ചിലതെല്ലാം സത്യമാകുമല്ലോ. എനിക്കറിയാം, നിന്റെ കാര്യങ്ങൾ എല്ലാത്തിലുമില്ല. ചില മാർഗങ്ങളിൽ മുന്നോട്ടു പോകുന്നു. എനിക്കെല്ലാം അറിയാം നാരദ. ഇവിടെ വന്നതിന് ഉദ്ദേശം പറയുക. പറയുവാൻ ഇനി എന്താണ് ശേഷിക്കുന്നത് മഹാരാജൻ? കുറച്ച് പിന്നെ മുഴുവനും, രണ്ടും ഒന്നു ചേർന്ന് താങ്കൾ മുഴുവനും പറഞ്ഞു കഴിഞ്ഞല്ലോ. നാരായണ നാരായണ, അങ്ങേക്ക് എന്നിൽ വിശ്വാസമില്ലാത്ത സ്ഥിതിക്ക് ഞാൻ പറയുന്നത് കൊണ്ട് എന്ത് കാര്യമാണ് മഹാരാജൻ? ഞാൻ ഇവിടേക്ക് വന്നത് അങ്ങയുടെ ഗുണം ഉദ്ദേശിച്ചായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ പോകുന്നു. നാരായണ, ഈ നാരായണ നാരായണ എന്ന് പറയുകയല്ലാതെ ഇവിടെ പറയാൻ വന്നത് എന്തെന്ന് പറയുക. നമ്മുടെ ഹിതാനുസാരമാണെങ്കിൽ നാം വിശ്വസിക്കുകയും ചെയ്യും. പക്ഷെ സൂക്ഷിച്ചോ നാരദ, നീ നിന്റെ ഏതെങ്കിലും സൂത്രം പ്രയോഗിച്ചാൽ നാം ബലം പ്രയോഗിക്കും. മനസ്സിലായോ? മഹാരാജൻ, താങ്കളുടെയും എന്റെയും ഇടയിൽ ചതിയുടെയും ബലത്തിന്റെയും പ്രവേശം സംഭവ്യമേ അല്ല. ഞാൻ എന്താണ് പറഞ്ഞത്? അങ്ങക്ക് ഇപ്പോഴും സ്വർഗത്തെ ആക്രമിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ അപ്പോഴും ഇപ്പോഴും നീ എന്താണ് ഇവ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മുമ്പേ നീ ആശ്ചര്യം പ്രകടിപ്പിച്ചു കണ്ടല്ലോ, നാം ഇതുവരെ സ്വർഗത്തെ കീഴടക്കിയില്ലല്ലോ എന്ന്. ഇപ്പോഴിനി നീ വീണ്ടും ചോദ്യം ഉന്നയിക്കുന്നു. അസുരരാജ, ഞാൻ ഇതെല്ലാം പറയുന്നത് എന്തിനാണെന്നോ? ദേവരാജനും ദേവന്മാരും ആദ്യമേ അങ്ങയെ ഭയപ്പെടുന്നു. അവർ യുദ്ധമില്ലാതെ തന്നെ അങ്ങയോട് തോറ്റിരിക്കുന്നു. പിന്നെ ശ്രീഹരി വിഷ്ണു വൈകുണ്ഠത്തിലേക്ക് തിരിച്ചുപോയി കഴിഞ്ഞു. അദ്ദേഹം ഇനി ദേവന്മാരെ ഒരിക്കലും സഹായിക്കുകയില്ല. നാരായണ നാരായണ. അപ്പോ അങ്ങയ്ക്ക് എപ്പോൾ വേണമെങ്കിലും സ്വർഗത്തെ ആക്രമിച്ച് അധികാരം കൈവശമാക്കാം. അതായത് താങ്കൾക്ക് സ്വർഗം ആക്രമിച്ച് കീഴടക്കുക എന്നത് വലിയ പരാക്രമം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ നമ്മെ പ്രശംസിക്കുകയാണോ അതോ നമുക്കൊരു വെല്ലുവിളി ഉയർത്തുകയാണോ? സ്വർഗത്തിൽ അധികാരം സ്ഥാപിക്കുക വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ മറ്റെന്തെങ്കിലും കാണുമല്ലോ അധികാരം സ്ഥാപിക്കുവാൻ എളുപ്പമല്ലാത്തതായി. അതുണ്ടാകും മഹാരാജൻ. ഒരിക്കൽ അങ്ങ് സ്വർഗത്തിൽ അധികാരം സ്ഥാപിച്ചാൽ പിന്നെ ഈ ജഗത്തിൽ താങ്കൾക്ക് മറ്റൊന്നിലും അധികാരം സ്ഥാപിക്കേണ്ട ആവശ്യമുണ്ടാകയില്ല. ഇപ്പോൾ അങ്ങ് സമ്പൂർണ്ണ ജഗത്തിലും ഏറ്റവും ശക്തിശാലിയും പരാക്രമിയും അജയ്യനുമായ സമ്രാട്ടാണ്. ഇതെല്ലാം നമുക്കും അറിയാവുന്നതാണ് നാരദ. പക്ഷേ നീ നമുക്കൊരു കാര്യം പറഞ്ഞതാ, നമുക്കറിയാത്ത കാര്യം. അറിഞ്ഞതുകൊണ്ട് എന്ത് കാര്യം അസുരരാജ? താങ്കൾ അതിനെ താങ്കളുടെ കൈവശമാക്കിയില്ലെങ്കിൽ ഈ ലോകത്ത് ആരറിയാനാ താങ്കളുടെ പരാക്രമവും ബലവും? എങ്കിൽ എന്താണത്? ഒരു അമൂല്യ രത്നമാണ് രത്നം. എന്ത് രത്നം? എവിടെയാണ് ആ രത്നം? സ്ത്രീരത്നം. ജഗത്തിലെ സർവശ്രേഷ്ഠമായ സ്ത്രീരത്നം, മഹത്തായ സ്ത്രീരത്നം. അതിനെ കൈവശമാക്കി കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും കൈവശമാക്കാനുള്ള ഇച്ഛ ശേഷിക്കുകയുണ്ടാവില്ല. നാരായണ നാരായണ. പരമസൗഭാഗ്യശാലിനി, പരമവിദുഷി, പരമസൗന്ദര്യ റാണി. നാരദാ, നീ പറയാത്തതെന്താണ്? ആരാണ് ആ സ്ത്രീരത്നം? അവൾ എവിടെ വസിക്കുന്നു? ഉന്നതതല വ്യക്തികൾ ഉയരത്തിൽ വസിക്കുന്നു മഹാരാജൻ. ആ പരമസുന്ദരിയും ഉയരത്തിൽ തന്നെ വസിക്കുന്നു. സാധാരണ വ്യക്തികൾക്ക് അവിടെ എത്തിച്ചേരുക അസാധ്യമാണ്. നാം അവിടെ എത്തിച്ചേരും.
പക്ഷേ നീ പറയ്, ആരാണവൾ? താങ്കൾ അവിടെ വരെ എത്തിയാൽ രാജൻ, ത്രിലോകങ്ങളിലെയും സമ്പൂർണ്ണ സ്വത്ത്, ഐശ്വര്യം, വൈഭവം എല്ലാം താങ്കളിൽ എത്തിച്ചേരും. സ്ത്രീരത്നത്തെ കൈവശമാക്കിയതിനു ശേഷം താങ്കൾ ഇത്രയും ശക്തിമാനാകും. ജഗത്തിലെ ശക്തികളെല്ലാം അങ്ങയുടെ മുന്നിൽ നമ്രശിരസ്കരാകും. പക്ഷെ നാരദ, അങ്ങനെ സംഭവിക്കണമെങ്കിൽ നാം ആ സ്ത്രീരത്നത്തിനെ നമ്മുടെ കൈവശമാക്കണം. ഞാൻ അവളെ കൈവശമാക്കണമെങ്കിൽ നീ നമ്മോട് പറയണം അവൾ ആരാണെന്ന്. ആരാണെന്നോ? അതാരാണെന്ന് പറയുവാൻ എന്റെ പക്കൽ വാക്കുകളില്ല മഹാരാജൻ. എനിക്കിത്രയേ പറയാനാകൂ മഹാരാജൻ. അവൾ സൗന്ദര്യത്തിന്റെ ശക്തിയുടെ പ്രതീകമാണ്. അപ്സരകൾ അവളെ സ്പർശിച്ചാൽ അവൾ അശുദ്ധയാകും. സത്യം പറയുന്നത് തെറ്റായി തോന്നില്ല എങ്കിൽ അവിടത്തോട് ക്ഷമയച്ചുകൊണ്ട് ഞാൻ പറയാം, മഹാറാണി വൃന്ദ പോലും അവളുടെ സമീപമെത്തിയാൽ ദാസിയായി തോന്നും. മഹാരാജൻ, അവളുടെ സൗന്ദര്യം വർണ്ണനയ്ക്ക് അതീതമാണ്. ആരാണവൾ? എന്താണ് അവളുടെ നാമം? ശിവന്റെ സഖി പാർവതി കൈലാസത്തിൽ വസിക്കുന്നു. ആ വിഭൂതിധാരി, സർപ്പധാരി, ചർമ്മധാരി ശിവനൊത്ത് നാരായണ നാരായണ. അവൾ അങ്ങയോടൊത്താണെങ്കിൽ ശക്തിക്കും സൗന്ദര്യത്തിനും ഒപ്പം ശോഭായമാനവുമാകുമായിരുന്നു. അതെ, അങ്ങനെ തന്നെയാകും നാരദ. അങ്ങനെ തന്നെ ആകണം മഹാരാജൻ. അങ്ങനെ തന്നെ ആയി തീരണം. അന്യഥ അങ്ങയുടെ ഈ വൈഭവം, വിസ്തൃത സാമ്രാജ്യം, ശക്തിപ്രഭാവം എല്ലാം വ്യർത്ഥം മഹാരാജൻ. താങ്കൾ ഉടനെ തന്നെ അവളെ കൈവശമാക്കുവാൻ പരിശ്രമിക്കണം. അവളെ അങ്ങ് കൈവശപ്പെടുത്തിയാൽ ഉടനെ ദയവ് ചെയ്ത് എന്നെ അറിയിക്കണം. ഞാൻ അങ്ങയ്ക്ക് അനുമോദനം അർപ്പിക്കാൻ വരും മഹാരാജൻ. നാരായണ നാരായണ. പാർവതിയെ നാം എന്തു ചെയ്തും കൈവശമാക്കുക തന്നെ ചെയ്യും. ഞാൻ പാർവതിയെ ആ തുകൽ ധരിക്കുന്ന സർപ്പധാരി ശിവനിൽ നിന്നും അകറ്റും. നാരായണ നാരായണ നാരായണ. ഓം നമഃ ശിവായ. വരൂ നാരദ, പറയൂ, എന്താണുണ്ടായത്? എന്തു പറയാനാണ് ഭഗവൻ? ഞാൻ സ്വയം അധപതിച്ചു പോയി എന്നൊരു തോന്നൽ എനിക്കുന്നുണ്ട്. കാരണം? ഹേ ഭൂതനാഥ, അങ്ങ് എന്റെ ഇച്ഛയ്ക്ക് വിരുദ്ധമായി എന്നെ പ്രവർത്തിപ്പിച്ച് എന്നെ എന്റെ ദൃഷ്ടിയിൽ തന്നെ ലജ്ജിതനാക്കി കഴിഞ്ഞു. പ്രഭു, ഈ അപരാധബോധവും ചുവന്ന് ഞാൻ എവിടെ പോകും? ഈ അപരാധത്തിൽ നിന്ന് ഞാൻ എങ്ങനെ മുക്തനാകും? പ്രഭു, എങ്ങനെ മുക്തനാകും? എനിക്ക് അതിന്റെ സ്മരണ ഉണ്ടാകുമ്പോൾ ഞാൻ ജലന്ധരനെ ഭ്രമിപ്പിക്കുന്നതിന് വേണ്ടി ദേവി പാർവതിയെ കുറിച്ച് ഞാൻ പറഞ്ഞ അമംഗള കാര്യങ്ങൾ എന്റെ ഓർമ്മയിലെത്തുമ്പോൾ എന്റെ മനസ്സ് ഗ്ലാനിയും ദുഃഖവും കൊണ്ട് നിറഞ്ഞു പോകുന്നു. പ്രഭു, എന്നോട് ക്ഷമിക്കണം. നാരദ, ജ്ഞാനിയായ നീ കൂടി അജ്ഞാനികളെ പോലെ ഇങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമെന്താണ്? നീ എന്തെല്ലാം ചെയ്തുവോ പറഞ്ഞുവോ അവ സ്വമേധയല്ല, നമ്മുടെ ആജ്ഞയനുസരിച്ച് ചെയ്തു. നിനക്ക് ഇതും കൂടി നന്നായിട്ടറിയാം. നാം നിന്നെ പ്രേരിപ്പിച്ചതും പ്രേരണ മൂലം നീ പ്രവർത്തിച്ചതും എല്ലാം തന്നെ ലോകഹിതമനുസരിച്ചാണ്. ഉഗ്രപ്രതാപിയായ ജലന്ധരൻ അധികകാലം ജീവനോടെ ഇരുന്നാൽ അവൻ നിർദോഷികളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കും. അവന്റെ വിനാശത്തിന് വേണ്ടി തന്നെയാണ് നാം രണ്ടുപേരും പ്രവർത്തിച്ചത്. പക്ഷേ ജലന്ധരന്റെ വിനാശത്തിനായി ദേവി പാർവതിയുടെ നാമം ദുരുപയോഗപ്പെടുത്തേണ്ട ആവശ്യം എന്താണ് വിശ്വനാഥ? ഇതുമൂലം പാർവതിയുടെ നാമത്തിന് ഒരു ദോഷവും സംഭവിക്കില്ല നാരദ. പക്ഷേ ജലന്ധരനെ പോലുള്ള മഹാപാതകികളെ മൃത്യുവിന്റെ ദിശയിലേക്ക് നയിക്കാനായി ഇത്തരത്തിലുള്ള പ്രവൃത്തികളും ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ അവരുടെ അത്യാഗ്രഹം അവരെ നീതിവിരുദ്ധമായി പ്രവർത്തിപ്പിച്ച് അവരെ മൃത്യുവിലേക്ക് എടുത്തെറിയുന്നു. അതെ ഭൂതേശ്വര, അകാല മൃത്യുവിന്റെ ഗർത്തത്തിലേക്ക് അനീതിയുടെ മാർഗത്തിൽ കൂടി വേണം നയിക്കുവാൻ. അതുമാത്രമേ നാം ചെയ്തുള്ളൂ നാരദ. ഹേ ത്രികാലദർശി, അവിടുത്തെ ലീലകൾ അപരിമേയങ്ങൾ തന്നെയാണ്. ആശ്ചര്യകരവും ഭാവനാതീതവും കൂടിയാണ്. എത്ര അത്ഭുതകരമായ വിധത്തിൽ അങ്ങ് ലീല രചിക്കുന്നുവോ അതേ അത്ഭുത രീതിയിൽ അങ്ങ് അത് നിയന്ത്രിക്കുകയും ചെയ്യുന്നു. നാരായണ നാരായണ.
വിശ്വനാഥ, അപ്പോൾ ഭഗവാൻ വിഷ്ണുവും ദേവി ലക്ഷ്മിയും ജലന്ധരന്റെ അതിഥികളല്ല. അതായത് ജലന്ധരന്റെ ഭാഗ്യരാശിയിൽ അശുഭഗ്രഹങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞു. അതേ നാരദ, ലക്ഷ്മിയും വിഷ്ണുവും അവന്റെ അതിഥികളായതും പിന്നീട് അവിടെ നിന്ന് അദൃശ്യരായതും എല്ലാം പൂർവകൽപ്പിതങ്ങളായിരുന്നു. ഓം നമഃശിവായ. സർവത്ര വിശ്വനാഥന്റെ ലീലകൾ തന്നെ. അത് ജലന്ധരനാകട്ടെ അഥവാ സതീവൃന്ദ. നാരായണ നാരായണ.